ആരിഫീങ്ങൾ അന്വേഷിച്ചെത്തുന്നത് അള്ളാഹുലേക്കാണ്. അതുകൊണ്ടാണ് റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് മഹദി പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാഹുവേ ഞാൻ നിന്നെ ആരാധിക്കുന്നത് നിന്റെ സ്വർഗം വിചാരിച്ചുകൊണ്ടല്ല. നിസ്കരിച്ചാൽ സ്വർഗം കിട്ടുമല്ലോ, അതുകൊണ്ട് നമ്മളൊക്കെ അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് വിരോധമൊന്നുമില്ല. അള്ളാഹു സ്വർഗം തരാമെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് ആ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല. പക്ഷേ ആരിഫീങ്ങളുടെ മഖാം അതിലും മീതയാണ്. അതങ്ങോട്ട് ആ ഒരു ലെവൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴേ അവരുടെ വാക്കുകളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ എന്താ ഇവരിങ്ങനെ പറയും, അങ്ങനെയൊക്കെ ചെയ്യും, പുത്തനാശയക്കാർ അങ്ങനെയൊക്കെ പറയും, എന്താണ് സൂഫി ഇവര്യന്മാർ ഇങ്ങനെയൊക്കെ പറയുന്നത്. അവർ പറയുന്നതിൻ്റെ ആശയം എന്താണ് നമ്മൾ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ്. മഹദി പറയാൻ, എന്തുകൊണ്ട് റബ്ബേ ഞാൻ നിന്നെ ഇബാദത്ത് ചെയ്യുന്നു, വലാകിന്നനി റഅയ്തുക അഹ്ലൻ ലിൽ ഇബാദ, അല്ലാഹുവേ നീ ആരാധിക്കപ്പെടാൻ അർഹനാണെന്ന് റബ്ബേ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. നീ ഇബാദത്ത് അർഹിക്കുന്നവനാണ്. അതുകൊണ്ടാണ് റബ്ബേ ഞാൻ നിന്നെ ഇബാദത്ത് ചെയ്യുന്നത്. നിന്റെ നരകം പേടിച്ചുകൊണ്ടല്ല, നിന്റെ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടുമല്ല. വലാകിന്നനി റഅയ്തുക അഹ്ലൻ ലിൽ ഇബാദ, മനുഷ്യൻ ഇബാദത്ത് ചെയ്യുന്നു, മനുഷ്യൻ എന്തെന്നില്ലാതെ അനുസരണ ചെയ്യുന്നവൻ. അള്ളാഹുവിനോട് അത് ചെയ്തില്ലെങ്കിൽ മനുഷ്യൻ പൈസയോടെങ്കിലും ഇബാദത്ത് ചെയ്യും. ചിലർ പെണ്ണിനോട് ഇബാദത്ത് ചെയ്യും, ചിലർ വീടിനെ ഇബാദത്ത് ചെയ്യും, ചില ആളുകൾ ബിസിനസ്സിനെ ഇബാദത്ത് ചെയ്യും. അങ്ങനെ ആളുകൾക്ക് ചില സ്പോർട്സിനെ ഇബാദത്ത് ചെയ്യും. ചില ആളുകൾക്ക് വലിയ സംഭവം ഫുട്ബോൾ ആയിരിക്കും, അപ്പോൾ അത് അവരുടെ ഇബാദത്തായിരിക്കും. അള്ളാഹുവിന് കൊടുക്കണില്ലേ, എല്ലാം അവിടെ പോയി കൊടുത്തിരിക്കും. മനുഷ്യൻ അങ്ങനെയാണ്. മനുഷ്യൻ ഇഷ്ടപ്പെടുന്നതിന് പോയി ഇബാദത്ത് ചെയ്യും. പക്ഷെ ആ ഇഷ്ടപ്പെടാം, പക്ഷേ ഇബാദത്ത് ആർക്കേ പാടുള്ളൂ, അള്ളാഹുവിനെ പാടുള്ളൂ. ഇതാണ് അള്ളാഹുവിൻ്റെ കാര്യം. അള്ളാഹു പറയുന്നത് ഇവരാണ് സൂഫിവര്യന്മാർ. അവരെന്തിനെ ഇബാദത്ത് ചെയ്തു? സിവാനദുരിൽ ഹബീബ്, മഹ്ബൂബായ അള്ളാഹുവിനെ ഒരു തിരുദർശനം കാണണം, അള്ളാഹുവിനെ ഒന്ന് കാണണം, അതായിരുന്നു ലക്ഷ്യം. ഫദാ മുനാഹും, അതാണ് ആരിഫീങ്ങളുടെ ലക്ഷ്യം. ഈ അള്ളാഹുവിനെ എനിക്കൊന്ന് കാണണ്ടേ, ഈ അള്ളാഹുവിനെ എനിക്കൊന്ന് കാണണം, നാളെ അള്ളാഹുവിനെ ഒന്ന് കാണാൻ അവസരം കിട്ടണം. അത് ഇബാദത്ത് ചെയ്യുന്നവർക്കേ സാധിക്കുള്ളൂ. വഹാദാ മത്ലബുൽ ഖൗമിൽ കിറാമി, മഹത്വമേറിയ ആളുകളുടെ ലക്ഷ്യം ഇതൊക്കെയാണ്. അവരുടെ ലക്ഷ്യം സ്വർഗ്ഗമല്ല, അവരുടെ ലക്ഷ്യം നരകത്തെ പേടിച്ചുകൊണ്ടുമല്ല, പിന്നെയോ അള്ളാഹുവിനെ കാണണം. അതാണ് റാബിഅ ബീവി പറഞ്ഞത്, ഇലാഹി മാ അബദ്തുക ഖൗഫൻ മിൻ നാരിക, എൻ്റെ രക്ഷിതാവായ അള്ളാഹുവേ നിന്നെ ഞാൻ ഇബാദത്ത് ചെയ്തത് നിന്റെ നരകം പേടിച്ചുകൊണ്ടല്ല, വലാ തുമഅൻ ഫീ ജന്നതിക, എന്നാൽ നിന്റെ സ്വർഗ്ഗം കൊതിച്ചുകൊണ്ടുമാണോ, അതുമല്ല, വലാകിന്നനി റഅയ്തുക അഹ്ലൻ ലിൽ ഇബാദ, പക്ഷേ അള്ളാഹുവേ നീ ഇബാദത്തിന് അഹ്ലാണ് എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് റബ്ബേ നീ ഇബാദത്ത് അർഹിക്കുന്നു, നിനക്കേ ഇബാദത്ത് അർഹിക്കുന്നുള്ളൂ. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിനർത്ഥം. ആരാധനക്കർഹനായവൻ അള്ളാഹുവാണ്. യഥാർത്ഥത്തിൽ അൽ മഅബൂദു ബിഹഖിൻ അല്ലാഹുവാണ്. പിന്നെ പലരും പലതിനെയും ആരാധിച്ചേക്കാം, പലരും പലതും ദൈവമാണെന്ന് പറഞ്ഞേക്കാം, പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ അവകാശം ആർക്കാണ്? സൃഷ്ടാവായ പടച്ചതമ്പുരാനാണ്. സ്വല്ലു അല നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി.